ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അല്പം റോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാമേ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ, എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കിയാലോ. അപ്പം വായി കഴുകി വൃത്തിയാക്കി 1 കിലോ ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേകും. അതുകൊണ്ടാണ് ഞാനിതൊന്ന് അടച്ചും കൂടെ വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് വരും. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡ് വേകാൻ അത്രയും സമയം വേണ്ട, ഇത്രയും വെന്താൽ മതി. ഇനി നമുക്കിത് 2 സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിനകത്തോട്ട് തന്നെ ഒരു 3 സവാളയും കൂടെ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തു. എപ്പോഴും ചെയ്യുന്ന പോലെ ഉള്ളി പെട്ടെന്ന് മൂക്കാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വഴന്ന് വന്ന് ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നമുക്കെടുത്ത് ഈ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഉള്ളിയുടെ മിശ്രിതത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് 1 തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാമേ. ഇനി ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസും കൂടെ ഇട്ട് ഈ ചിക്കനിൽ ഈ മസാല പറ്റത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സമയം ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1 ഗ്ലാസ്സോ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് എല്ലാം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ വിതറി ഏറ്റവും ഒടുവിൽ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ വിതറിയെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.